കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ നയം പാഠപുസ്തകങ്ങളിൽ നടപ്പാക്കി NCERT. ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് പോലും ഹിന്ദി തലക്കെട്ട് നൽകി പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി. കണക്ക് പുസ്തകത്തിന് ഗണിതപ്രകാശ് എന്നാണ് പുതിയ ഹിന്ദി പുനർനാമകരണം. ഇന്ത്യയുടെ സാംസ്കാരിക ഭാഷാ വൈവിധ്യങ്ങളെ തകർക്കുന്ന സമീപനമാണിതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. കേരളം, തമിഴ്നാട് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ പ്രതിഷേധം തുടരുമ്പോഴാണ് NCERT നടപടി. ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകത്തിനുൾപ്പെടെ ഹിന്ദി തലക്കെട്ട് നൽകി NCERT കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ നയം നടപ്പാക്കുന്നു. 6-7 ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് മീഡിയം പുസ്തകങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ യഥാക്രമം ഹണിസക്കിൾ, ഹണി കോംബ് എന്നായിരുന്നു പേര്. എന്നാൽ ഇത്തവണ കിഴക്ക് എന്നർത്ഥമുള്ള പൂർവി എന്ന ഹിന്ദി പേരിൽ ഇംഗ്ലീഷ് പുസ്തകം പുനർനാമകരണം ചെയ്തു. 1-2 ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ പേര് മൃദംഗ് എന്നും 3-4 ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ പേര് സന്തൂർ എന്നും മാറ്റി. കണക്ക് പുസ്തകത്തിന്റെ പേരാകട്ടെ ഇംഗ്ലീഷ് ഹിന്ദി പതിപ്പുകളിലും ഗണിത പ്രകാശ് എന്ന് മാറ്റിയിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ഭാഷാ വൈവിധ്യത്തെയും തകർക്കുന്ന സമീപനമാണിതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ഇതിനെതിരെ ശക്തമായ പോരാട്ടമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. RSSന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു പാർട്ടി, ഒരു മതം എന്നെല്ലാം പറയുന്ന പോലെ ഒരു ഭാഷ. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ഭാഷാ വൈവിധ്യത്തെയും തകർക്കുന്ന സമീപനം BJP ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധവും പോരാട്ടവും വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഉണ്ടാകും. 2024 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി 2023 മുതൽ NCERT പുതിയ പാഠപുസ്തകങ്ങളുടെ ഹിന്ദി പരമ്പര പ്രസിദ്ധീകരിച്ചു വരികയാണ്. കൊച്ചുകുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പോലും വൈവിധ്യത്തെ ഇല്ലാതാക്കുകയും ഏകീകരണ നയത്തെ അടിച്ചേൽപ്പിക്കാനുള്ള RSS അജണ്ട നടപ്പാക്കുകയുമാണ് കേന്ദ്ര സർക്കാർ. കൈരളി ന്യൂസ്, ദില്ലി.